ലോകത്തിന് മാതൃകയായ കേരള മോഡൽ ആരോഗ്യ രംഗത്ത് കത്രിക പൂട്ടുകൾ വീഴുകയാണോ? അനസ്തേഷ്യയുടെ മയക്കത്തിലേക്ക് വീഴുമ്പോൾ ആരും വിചാരിക്കാറില്ല ഉണരുന്നത് ഒരു തീരാ ദുരിതത്തിലേക്കായിരിക്കുമെന്നത്. ഡോക്ടറെ അത്രമേൽ വിശ്വാസത്തോടു കൂടി കാണുന്ന ഒരു സമൂഹം ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിലുകൾ അടയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. എന്നാൽ ആ വാതിലുകൾ തുറക്കുന്നത് ഒരു ജീവിതകാലം മുഴുവൻ നീളുന്ന ദുരിതത്തിലേക്കാണെങ്കിലോ? ഒരു കാലത്ത് ഈ ലോകത്തിന് തന്നെ മാതൃകയായി നമ്മൾ കൊണ്ടാടിയ കേരള മോഡൽ ആരോഗ്യ രംഗത്ത് ഇന്ന് കത്രിക പൂട്ടുകൾ വീഴുകയാണ്. ഹർഷീനയും ഹുഷയും സനൂപുമെല്ലാം വെറും പേരുകളല്ല, നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങളുടെ അനാസ്ഥക്കെതിരെയുള്ള നീറുന്ന ചോദ്യചിഹ്നങ്ങളാണ്. എന്താണ് നമ്മുടെ അഭിമാനമായ ആരോഗ്യ രംഗത്ത് ഇന്ന് സംഭവിക്കുന്നത്? വയറ്റിൽ കത്രികയുമായി 5 വർഷം ജീവിക്കേണ്ടി വന്ന ഹർഷീനയും ഹുഷയും, മുട്ടുവേദന മാറ്റാൻ പോയി സിസ്റ്റം ഇരുട്ടിലാക്കിയ സനൂപിന്റെയും വിഷയങ്ങൾ വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് ശസ്ത്രക്രിയക്കിടെ സംഭവിക്കുന്ന ആ വലിയ പിഴവുകൾ വിരൽ ചൂണ്ടുന്നത് ഒരേ ദിശയിലേക്കാണ്. ഓപ്പറേഷന് മുമ്പ് നമ്മൾ ഒപ്പിട്ട് നൽകുന്ന സമ്മതപത്രങ്ങൾ പലപ്പോഴും മരണ വാറന്റുകൾ പോലെയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രോഗിക്കോ ബന്ധുക്കൾക്കോ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാതെ നിയമപരമായ ബാധ്യതകളിൽ നിന്ന് ഒഴിയാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു ചടങ്ങായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. രോഗിക്ക് പകരം മാറി ശസ്ത്രക്രിയ നടത്തൽ, മരുന്നുകൾ മാറി നൽകൽ, സമയത്തിന് ചികിത്സ കിട്ടാതെ രോഗികൾ മരണപ്പെടൽ, ഇതൊക്കെ സംഭവിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളിലാണ് എന്നതാണ് ഭയപ്പെടുത്തുന്ന വാസ്തവം. ഹ്യൂമൻ എറർ അഥവാ മനുഷ്യ സഹജമായ തെറ്റ് എന്ന് പറഞ്ഞ് നമുക്കിതിനെ ഒന്നും തള്ളിക്കളയാനാവില്ല. മറിച്ച് ഓപ്പറേഷൻ തിയേറ്ററുകളിലെ സുരക്ഷാ പ്രോട്ടോകോളുകളുടെ നഗ്നമായ ലംഘനമാണിത്. ഇത്തരം വിഷയങ്ങളിൽ നടപടിയെടുക്കുകയും തിരുത്തുകയും ചെയ്യുന്നതിന് പകരം കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം അതിൻ്റെ അധികൃതർ ഈ സിസ്റ്റത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ചികിത്സാ പിഴവുകൾ ലോകത്തെവിടെയും സംഭവിക്കാം, പക്ഷേ അത് മറച്ചു വെക്കുന്നതും ഇരകളെ പരിഹസിക്കുന്നതുമാണ് ഏറ്റവും വലിയ ക്രൂരത എന്നത്. കേരള മോഡൽ എന്നത് വെറും കണക്കുകളിലെ കളികൾ മാത്രമാവരുത്, അത് മനുഷ്യജീവന് നൽകുന്ന മൂല്യം കൂടിയാവണം. കത്രികപ്പൂട്ടുകൾ അനാസ്ഥയുടെ പ്രതീകങ്ങളാവരുത്, മറിച്ച് ജീവൻ രക്ഷിക്കുന്ന കരുതലുകളാവണം. മാറ്റം വന്നേ മതിയാകൂ, കാരണം ഇത് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ജീവന്റെ പ്രശ്നമാണ്.